എല്ലാവർക്കും നമസ്കാരം. ശുഭരാത്രി. വിഷമങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. എങ്കിലും വിഷമത്തെക്കുറിച്ചാണല്ലോ ഇന്നത്തെ വർത്തമാനം. വിഷമത്തെ നമുക്ക് പലപ്പോഴും പേടിയാണ്. എന്തെങ്കിലും വിഷമം വരുമോ എന്നൊക്കെ. നമ്മളിപ്പോ ഒരു വീട് വാങ്ങിക്കാനിരിക്കട്ടെ, അടുത്ത് തന്നെ ആശുപത്രി വേണം. അതാണ് ആദ്യത്തെ നമ്മുടെ ആവശ്യം. അടുത്ത് തന്നെ ആശുപത്രി വേണം. കാരണം എന്തെങ്കിലും വിഷമം വന്നാൽ ഓടിപ്പോകാൻ പറ്റണം അങ്ങോട്ടേക്ക്. രണ്ടാമത് ഫയർ സ്റ്റേഷൻ വേണം. എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓടി വരാൻ ആള് വേണം. മൂന്നാമത് കുട്ടികൾക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റിയ സ്കൂൾ അടുത്ത് വേണം. പിന്നെ കടകളടുത്ത് വേണം. ഇങ്ങനെ നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത് അയൽപക്കത്ത് ഉണ്ടാകണം എന്നുള്ളത് നമ്മുടെ നിർബന്ധമാണ്. കാരണം വിഷമം ഉണ്ടാകരുത്. അതിന് തെറ്റില്ല. ഏതൊരു ബോധസത്തെയും അതിന്റെ ആനന്ദത്തെയാണ് കാക്ഷിക്കുന്നത്. ബോധമുള്ള എല്ലാവരും തന്നെ ആനന്ദത്തെയാണ് കാക്ഷിക്കുന്നത്. ആ ആനന്ദത്തെക്കുറിച്ച് അവനവൻ അറിയാവുന്ന നിർവചനങ്ങൾ വെച്ചിട്ട്, അവനവൻ അറിയാവുന്ന വഴികൾ വെച്ച്, അവനവന്റേതായ ശീലങ്ങൾ വെച്ച്, അവനവന്റെ കാഴ്ചപ്പാടുകൾ വെച്ചിട്ട് അതിന് ഈ ആനന്ദം എന്നുള്ളതിനെ, സൗഖ്യം എന്നുള്ളതിനെ ഓരോരുത്തരും ഓരോ പാറ്റേണുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോ ചായ കുടിക്കുന്നു. ചെറിയ കാലം മുതലേ ചായ കുടിച്ച് ശീലിച്ച ഒരാൾക്ക് രാവിലെയും വൈകിട്ടും ഓരോ ചായ കുടിക്കുക, അല്ലെങ്കിൽ പല ചായകൾ കുടിക്കുന്നവരുണ്ട്, എങ്കിലും ഓരോ ചായ കുടിച്ച് ശീലിച്ചിട്ടുള്ള ഒരാളുണ്ടെന്നിരിക്കട്ടെ. ചായ കിട്ടാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തെ വെറുക്കുന്നതായിട്ട് അയാൾക്ക് തോന്നും. അപ്പോ അവിടെ ആ വിഷമത്തെ അവിടെ താങ്ങാൻ കഴിയില്ല നമുക്ക്. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് ആ വിഷമത്തെ താങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ ഒരു ചായ പോലും നമുക്ക് മാറ്റിവെക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ ജീവന്റെ സ്വഭാവം, ജീവൻ എന്താണെന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. ഇതൊക്കെ പറയുമ്പോൾ, ജീവശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ ജീവൻ എന്താണെന്നൊക്കെ പറയേണ്ടി വരും. ജീവന്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും സുഖകരമായിട്ടുള്ള അവസ്ഥയിൽ എത്തിക്കാനായിട്ട് അസുഖകരമായ വഴികളിലൂടെ യാത്ര ചെയ്യുക എന്നൊരു സ്വഭാവമുണ്ട്. ലോ ഓഫ് ഡ്യുവൽ എഫക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ദ്വന്ദ് ഫല നിയമം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ജീവന്റെ നിയമമാണ്. ഈ നിയമപ്രകാരം ഇപ്പോ നമ്മൾ മദ്യപിക്കുന്ന ഒരാളെ കാണുന്നു. മദ്യപിക്കുന്ന സമയത്ത് അയാൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഈ എക്സൈറ്റ്മെന്റിലൂടെ കടന്നുപോയി മദ്യം തലയ്ക്ക് പിടിച്ച് കുറച്ചു നേരം കഴിഞ്ഞ് അയാളുടെ ബോധമൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഉണർന്നെഴുന്നേക്കുന്ന സമയത്ത് അയാൾ കൂടിയിരിക്കുന്നത് കാണാം. ആദ്യം കാണിച്ച എക്സൈറ്റ്മെന്റിന്റെ മുഴുവൻ ഊർജവും നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ, ഒന്നിനും കൊള്ളാതിരിക്കുന്ന ഒരവസ്ഥയിലൂടെ അയാൾ കടന്നുപോകും. പിന്നെ അയാള് ആ ഊർജം തിരിച്ചു പിടിക്കണമെങ്കിൽ രണ്ടാമത് ഒരു ഒരു പെഗ് കൂടെ കഴിക്കേണ്ടി വരും. ചായയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. ചായ കുടിച്ച് ശീലിച്ച ഒരാൾക്ക് ചായ ഒഴിവാക്കിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ബുദ്ധിമുട്ട് എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എന്താണ് ബുദ്ധിമുട്ട്, എവിടെ നിന്നാണ് ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ ഇത് നമ്മുടെ ജീവിതത്തെ വേഗമാക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന എല്ലാ ഉത്തേജകങ്ങളും ഈ വിധത്തില് ദ്വന്ദ്ഫലം തരുന്നവരാണ്. അതായത് ആദ്യം ഉത്തേജനം നൽകും, പിന്നെ ആ ഉത്തേജനത്തിന്റെ സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഊർജം എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ടോ ആ ഊർജ നഷ്ടം പിന്നീട് പ്രതിഫലിപ്പിക്കും. പിന്നീട് കുറെ നേരത്തേക്ക് ഊർജം തീരെ ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നത് കാണാൻ കഴിയും. ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ശരീരത്തിന് തളർച്ച തോന്നും, വേദന തോന്നും, പലയിടങ്ങളിലും ബുദ്ധിമുട്ട് തോന്നും. അപ്പൊ ഇത് സാധാരണ രീതിയിൽ നമുക്ക് ഇഷ്ടമല്ല. ഈ അവസ്ഥ, വിഷമങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് എപ്പോഴും ആനന്ദത്തിലായിരിക്കണം, എപ്പോഴും സ്റ്റിമുലേറ്റഡ് ആയിരിക്കണം. ഈ സ്റ്റിമുലേഷൻ എന്നുള്ള സംഭവം എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമ്മുടെ ഉള്ളിൽ? സ്റ്റിമുലേഷൻ എന്നുള്ള ആ ഒരവസ്ഥ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതിന്റെ അടിത്തറ എന്ന് പറയുന്നത്, നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് ശരീരത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ഹോർമോൺ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ ഡോപ്പമിൻ എന്നാണ് പറയാ. ഡോപ്പമിൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ആനന്ദം തോന്നും. കുട്ടികൾക്ക് ചോക്ലേറ്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഈ ചോക്ലേറ്റിന്റെ പ്രത്യേകത? ചോക്ലേറ്റ് പെട്ടെന്ന് ഡോപ്പമിൻ ഉത്പാദിപ്പിക്കുന്ന ഒരു രാസവസ്തുവാണെന്ന് പറയാം. ഭക്ഷ്യവസ്തുവാണെന്ന് പറഞ്ഞാൽ അത് അപാകമാവും. ഇപ്പൊ രാസവസ്തുവാണെന്ന് പറയാം. ഇപ്പൊ ഈ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊന്നാണ് പഞ്ചസാര. സാധാരണ രീതിയിലുള്ള പഞ്ചസാര.
ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ശുദ്ധജീവിതം നയിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട്. അവർ പറയും ഞാൻ അതൊന്നും കഴിക്കില്ല, ഞാൻ ചോറ് മാത്രമേ കഴിക്കുള്ളൂ. ചോറ് ഒരു ഉത്തേജകമാണ്. കാരണം ചോറിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുന്ന, വിതരണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോ മാത്രമല്ല, ചോറിന്റെ ഉൽപാദനം എന്ന് പറയുന്ന ഒരവസ്ഥ, ചോറുണ്ണുക എന്ന് പറയുന്നത് നമ്മൾ വളരെ ചെറിയ കാലം മുതൽ നമ്മൾ ശീലിച്ചു വന്നൊരു കാര്യമാണ് അല്ലെ. നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ, ഓർമ്മ വെച്ചതല്ല, ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പുള്ള കാലം മുതൽ നമ്മൾ ശീലിച്ചു വന്നതാണ്. ഇതാണ് എന്റെ ഭക്ഷണം എന്ന രീതിയിൽ ശീലിച്ചു വന്നതാണ്. അങ്ങനെ ശീലങ്ങളിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഓരോ ശീലം ഉണ്ടാകുമ്പോഴും നമ്മൾ ആ ശീലത്തിന് വേണ്ടി ആദ്യം ഒരു പ്രവൃത്തി ചെയ്യുന്നു. ആ പ്രവൃത്തി ചെയ്യുന്നതിന്റെ ഓരോ ഘട്ടങ്ങൾ, ഇപ്പൊ ഞാൻ എന്റെ കൈ ഇങ്ങനെ ഉയർത്തുകയാണ്, അതൊരു പ്രവൃത്തിയാണല്ലോ. കൈ ഉയർത്തുമ്പോൾ കൈ ഈ അളവിലെത്തണം, ഈ അളവിലെത്തണം, ഈ അളവിലെത്തണം, ഈ അളവിലെത്തണം, ഈ അളവിലെത്തണം. ഇതിന്റെ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ. ഈ ട്രാൻസിഷന്റെ തലങ്ങളിലെല്ലാം തന്നെ കൈയുടെ ഓരോ ഭാഗങ്ങളും ഏത് വിധത്തിൽ പ്രവർത്തിക്കണമോ അതിനനുസരിച്ചുള്ള ഒരു ന്യൂറൽ പാത്വേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആ ന്യൂറൽ പാത്വേ എങ്ങനെയാണോ ഉണ്ടായി വന്നിട്ടുള്ളത്, ആ ഉണ്ടായതിന്റെ വഴി അവിടെ വരച്ച് കഴിഞ്ഞു. ഒരിക്കൽ നമ്മളൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തി അവിടെ വരച്ച് വെക്കപ്പെട്ട കഴിഞ്ഞു. അത് നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ആ വഴി തെളിഞ്ഞു വരും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ സ്ഥിരം പറയുന്ന ഒരു ഉദാഹരണമാണ്, പുതുതായിട്ട് വന്നിട്ടുള്ളവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. ഈ നമ്മള് പഴയ സർക്കാർ സ്കൂളില് വേനലൊക്കെ കഴിഞ്ഞിട്ടാണ് സ്കൂൾ തുറക്കുക, മഴയൊക്കെ തുടങ്ങുന്ന കാലത്ത്. ഇപ്പൊ മഴ പിന്നെയും കിട്ടുന്നുണ്ടെന്നുള്ളതൊക്കെ വേറെ കാര്യം. ഇതിൽ പഴയ രീതി എടുത്തു കഴിഞ്ഞാൽ വേനൽ കഴിയുമ്പോഴാണ് മഴ തുടങ്ങുക. അപ്പൊ മഴ തുടങ്ങുന്ന സമയത്ത് ആ വേനലിൽ എല്ലാം ഇങ്ങനെ നിരന്ന് പുല്ലെല്ലാം പോയി പരന്നു കിടക്കുന്ന ആ മൈതാനത്തിന്റെ അറ്റത്തായിരിക്കും മൂത്രപ്പുര. അപ്പൊ 1-ാം ക്ലാസ്സിലെയും 2-ാം ക്ലാസ്സിലെയും കുട്ടികളൊക്കെ ഈ സ്കൂളില് ക്ലാസ് തുടങ്ങുന്നതിന്റെ ഇടയിൽ തന്നെ, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ടീച്ചർ ഒന്നിന് പോകണമെന്ന് പറഞ്ഞിട്ട് നേരെ മൂത്രപ്പുരയിലേക്ക് ഓടും. ആ മൂത്രപ്പുരയിൽ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് വരും. അപ്പോ ഇവര് ഇങ്ങനെ ഈ ഓടിത്തുടങ്ങുന്ന സമയത്ത് മഴയുണ്ടാവുമ്പോൾ ഇവർക്ക് ഇവിടെ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ ക്ലാസിന്റെ വരാന്തയിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ മൂത്രപ്പുരയുടെ വാതിൽ, അവിടുന്ന് തിരിച്ചു വരിക എന്നുള്ള രീതിയിലേക്കായിരിക്കും പോവുക. അവിടെ അല്പം ഉയർച്ചയോ താഴ്ചയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇതിനനുസരിച്ച് ചെറിയ വളവുണ്ടാവുമെന്ന് മാത്രം. പക്ഷെ അതിനനുസരിച്ച് ഇങ്ങനെ പോകും. മഴയാണല്ലോ, അതുകൊണ്ട് ഇവരത് ഓടിപ്പോവും. അവിടെ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പുല്ലുമുളയ്ക്കും. ഇവരിവിടെ ദിവസവും നടന്നു പോകുന്നുണ്ട്, അവിടെ പുല്ലുമുളയ്ക്കില്ല. പിന്നെ അവിടെ ഇങ്ങനെ മറ്റേ പുല്ലിങ്ങനെ മുളച്ചു വന്നിട്ട് അവിടെ ഒരു കാടായി മാറും. ചിലപ്പോൾ മഴ നേരത്തെ തുടങ്ങുമ്പോൾ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പുല്ല് എല്ലായിടത്തും വന്നിട്ടുണ്ടാവും. പക്ഷെ കുട്ടികൾ ഈ ഓടി തുടങ്ങുന്നതോടുകൂടി ആ ഭാഗം തെളിയും, ബാക്കിയുള്ള ഭാഗങ്ങൾ വളരും. ഈ തെളിഞ്ഞ ഭാഗത്തുകൂടെയാണ് പിന്നെ കുട്ടികൾ മൂത്രമൊഴിക്കാൻ പോവുക. കുറച്ച് നാൾ കഴിയുമ്പോൾ കുട്ടികൾക്ക് മൂത്രം ഒഴിക്കാൻ തോന്നിയിട്ടെങ്കിൽ ഈ കാടുള്ള വഴിയിൽ കൂടെ ഒന്നും അവർ പോകില്ല. ഇവർ ഈ പോയ വഴി കൂടെ മാത്രമേ പോവുള്ളൂ. അവിടമാണ് തെളിഞ്ഞിരിക്കുക, അവിടമാണ് തെളിഞ്ഞ് ആ വഴി പോവുക എന്നതാണ് സൗകര്യമായിട്ട് അവർക്ക് തോന്നുക. ഇതേപോലെ നമ്മുടെ ശരീരപ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ നെർവസ് സിസ്റ്റം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അവിടെ ആദ്യമായിട്ടുണ്ടായ വഴികളുണ്ടല്ലോ, അത് ആവർത്തിച്ച് ചെയ്യുമ്പോൾ ഈ ന്യൂറൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ആ ന്യൂറൽ പാത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ തെളിഞ്ഞു വരും. ആ തെളിഞ്ഞ വഴി കൂടെ പോകുന്നതാണ് സൗകര്യം. അവിടെ അല്പം കല്ലും കട്ടയുണ്ടോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ആ തെളിഞ്ഞ വഴി കൂടെ പോയി ശീലിച്ചത് കൊണ്ട് ആ ശീലമാണ് സൗകര്യം. നമ്മുടെ ശരീരത്തിന് അതാണ് സൗകര്യം. അതുകൊണ്ട് അഥവാ അവിടെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ വഴിയെ സ്വീകരിക്കും. ഇതാണ് ശീലത്തിന്റെ പുറകിലെ ശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ശീലങ്ങളും ഈ വിധത്തിലാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. നമ്മൾ ആവർത്തിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് പ്രവർത്തിപ്പിക്കാൻ പാകത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടായി വരുന്നുണ്ട്. നെർവസ് സിസ്റ്റത്തിനകത്ത് ഒരു സംവിധാനം ഉണ്ടായി വരുന്നുണ്ട്. ആ സംവിധാനത്തെ വീണ്ടും ഉൽപ്പാദിപ്പിക്കാനാണ് നമുക്ക് താല്പര്യം. അതല്ലാതെ പുതിയൊരു സംവിധാനം ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. പുതിയൊരു സംവിധാനത്തിലേക്ക് പ്രേരിപ്പിക്കപ്പെട്ടാൽ നമുക്ക് അതിനോട് വിയോജിപ്പായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ശീലം മാറുക എന്നുള്ളത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ ബുദ്ധിമുട്ട് ഉള്ളപ്പോ നമുക്ക് അതിലൂടെ കടന്നു പോകുവാൻ നമ്മുടെ ശരീരം എല്ലാ അർത്ഥത്തിലും അതിനെ റെസിസ്റ്റ് ചെയ്യും, മനസ്സ് അതിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പൊ ശീലങ്ങളിൽ തുടരാനാണ് നമുക്ക് താല്പര്യം. അതുകൊണ്ടാണ് ചോറുണ്ണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നാത്തത്. ചോറ് നമ്മുടെ ശരീരത്തിന് ചേർന്ന ഭക്ഷണമാണോ, നമുക്ക് എപ്പോഴും കഴിക്കാൻ പറ്റിയൊരു കാര്യമാണോ എന്നൊക്കെ നമ്മൾ ആലോചിച്ചു പോയാൽ പലപ്പോഴും അങ്ങനെയല്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് 40-50 വയസ്സായ ആളുകൾ ചോറിന്റെ അളവ് കുറയ്ക്കണം എന്നൊക്കെ പറയുന്നത്. ചോറിന്റെ അളവ് കുറയ്ക്കണം, ചോറ് ഉപേക്ഷിക്കണം എന്നൊക്കെ പല അഭിഷഗ്വരന്മാരും പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ടാണ്. ഈ കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിലേറെ കയറുന്നത് നല്ലതല്ല, പക്ഷേ നമുക്കത് വിടാൻ കഴിയില്ല. കാരണം നമ്മളത് ശീലിച്ചതാണ്.
അപ്പോ ശീലങ്ങളിലൂടെ പോകുന്നതാണ് നമ്മുടെ സൗകര്യം. അങ്ങനെ സൗകര്യങ്ങളുടെ ലോകത്ത് നമ്മൾ ജീവിച്ചു പോവുകയാണ്. അപ്പൊ നമ്മൾ ശീലങ്ങൾ എന്ന് പറയുന്നത് ചോറാണെങ്കിലും ചായ ആണെങ്കിലും ഒക്കെ നമ്മൾ ശീലങ്ങൾ ഉള്ളത് കൊണ്ട് ആ ശീലത്തിന്റെ വഴി പോകുന്നത് സുഖമാണെന്ന് നമുക്ക് തോന്നാറുണ്ട്. ശീലത്തിന്റെ വഴി സുഖമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് സുഖമായി തോന്നുന്നു. ശീലിച്ച വഴി പോകുന്ന സമയത്ത് നമ്മുടെ സന്തോഷത്തിന്റെ ഹോർമോൺ ഉണ്ടായി വരികയും അത് നമുക്ക് സന്തോഷം നൽകുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ആ ശീലത്തെ തുടരാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് ഒരു സന്തോഷം ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് അതിൽ കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുക, ഉടൻ സംതൃപ്തി എന്ന് പറയുക. ഉടൻ സംതൃപ്തി, ഉടനടി നമുക്കൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കിട്ടുന്ന സംതൃപ്തി. ഒരു ചോക്ലേറ്റ് തിന്നുമ്പോൾ, ഒരു ചായ കുടിക്കുമ്പോൾ, അല്ലെങ്കിൽ ചോറുണ്ട് വയറ് നിറയുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. അതേസമയം ഈ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷന് നിൽക്കുന്നതിന് പകരം അതൊന്നും മാറ്റിവെച്ചാൽ പിന്നീട് ഇതിലും വിപുലമായ, ഇതിലും മെച്ചപ്പെട്ട ഒരു കാര്യം എന്നെ കാത്തിരിക്കുന്നു എന്ന് മനസ്സിലാകുന്ന ഒരാൾക്ക് ഇത് മാറ്റിവെച്ചിട്ട് ഇപ്പോൾ കിട്ടുന്ന സന്തോഷത്തെ തൽക്കാലത്തേക്കൊന്ന് നീട്ടിവെച്ചിട്ട്, അത് ഉപേക്ഷിക്കുകയല്ല, നീട്ടിവെച്ചിട്ട് കുറച്ചുകൂടെ വൈകി ആ സന്തോഷം മതി. അത് ചിലപ്പോൾ ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ കഴിഞ്ഞിട്ടുള്ള ഫലം മതി, പക്ഷെ അതുവരെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അയാൾക്ക് ആ ഒടുവിൽ കിട്ടുന്ന ആ സന്തോഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലേക്ക് അയാളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടും. അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിനുവേണ്ടി, ആ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, വൈകി കിട്ടുന്ന സംതൃപ്തിക്ക് വേണ്ടി അയാളെ മാറ്റിവെക്കുന്ന സമയത്ത് അയാളുടെ ഫോക്കസ് താൽക്കാലികമായിട്ടുള്ള അവസ്ഥയെ മാറിയിട്ട് ദൂരെയുള്ള ഒരു കാര്യത്തിലേക്ക് അയാൾ നീണ്ടു ചെല്ലും. ആ നീണ്ടു ചെല്ലുന്ന സമയത്ത് അയാളില് അത്രയും ദൂരത്തേക്ക് യാത്ര ചെയ്യാനുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള യാത്രയുണ്ടല്ലോ, ആ യാത്രയിലുടനീളം പ്രത്യാശയുടെ ഒരു ആവേശകരമായ ഒരു ആകർഷണം അയാളുടെ പുറകെ ഉണ്ടാവും. പ്രത്യാശയാണ്, അത് അവിടെ എത്തുമ്പോൾ എനിക്കത് കിട്ടും, അതുവരേക്കും ഞാൻ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുള്ളത്. എന്റെ ശീലം എന്തോ ആയിക്കോട്ടെ, എന്റെ മറ്റു വഴികൾ എന്തൊക്കെയോ ആയിക്കോട്ടെ, അതിലേക്ക് പോകുവാനുള്ള ആ ഒഴുക്ക് അവിടെ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ആക്കം മുഴുവൻ ആ വിദൂരതയിലുള്ള സംതൃപ്തിയാണ്, ആ വിദൂരതയിലുള്ള ഫലമാണ്. അപ്പൊ ആ ഫലത്തിനു വേണ്ടി ചെല്ലുന്ന സമയത്ത് അയാളിൽ പതുക്കെ പതുക്കെ ഉണർന്നു വരുന്നത് സെറോട്ടോണിൻ എന്ന് പറയുന്ന വേറൊരു ഹോർമോണാണ്. അത് സന്തോഷത്തിന്റെ വേറൊരു തലം നമുക്ക് തുറന്നു തരും. അത് സംതൃപ്തിയുടെ, ശാന്തിയുടെ ഒരു തലമാണ്. ആ ശാന്തമായ, സംതൃപ്തമായ ആ ഒരു തലത്തിലൂടെ പോകുന്ന സമയത്ത് വിദൂരതയിലുള്ള സംതൃപ്തിയെ കാത്തിരുന്നു കൊണ്ട് താൽക്കാലികമായ കാര്യങ്ങളെ മാറ്റിവെച്ച് ആ തുടർന്നു കൊണ്ടുപോകുന്ന ആ ഒരവസ്ഥയിൽ, സെറോട്ടോണിൻ എന്നുള്ളൊരവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ശരീരം തിരക്കിലായിരിക്കില്ല, ശരീരം വളരെ ശാന്തമായ ഒരവസ്ഥയിലായിരിക്കും. ശരീരത്തിന് അപ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകളെ വളരെ സുഖകരമായിട്ട് അതിജീവിക്കാനുള്ള ആജ്ഞാശക്തി അവിടെ ഉണ്ടാവും. ശരീരത്തെ പുനഃസ്ഥാപിക്കാനുള്ള ശേഷി ഉണ്ടാവും. ശരീരത്തിൽ എന്തെങ്കിലും കേടുപാടുകൾ വന്നാലോ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ നീക്കുപോക്കുകൾ നടത്തി ശരിയാക്കി വീണ്ടും സംതൃപ്തമായ ആ വിദൂരതയിലുള്ള അവസ്ഥ, ലക്ഷ്യത്തിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് അവിടെ ഉണ്ടാവും. ആ കാത്തിരിപ്പിന്റെ ഓരോ ഘട്ടത്തിലും വിശ്രാന്തി അനുഭവിക്കും. ആ വിശ്രാന്തിയിൽ നിന്ന് ഉണ്ടാവുന്നതാണ് സെറോട്ടോണിൻ എന്ന് പറയുന്ന ആ കാത്തിരിപ്പിന്റെ സംതൃപ്തിയുടെ ആ ഹോർമോൺ എന്ന് പറയുന്നത്. അവിടുത്തെ ആ സന്തോഷം സെറോട്ടോണിൻ വഴിയാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ആ അവസരത്തിൽ എന്താ ഉണ്ടാവുന്ന വെച്ചാൽ നമ്മുടെ ശരീരം വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നു, പെട്ടെന്ന് സന്തോഷം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അതായത് നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റം, നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു സിസ്റ്റം ആക്റ്റീവ് ആകുന്നു. മറ്റേത് രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മുടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ ഒരു കർമ്മത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഈ രണ്ടാം വഴി പോകുന്ന ആളുകൾ ജീവിതത്തിൽ എപ്പോഴും വിജയിക്കുകയും ഒന്നാം വഴി പോകുന്ന ഒരു ജീവിതത്തിൽ പലപ്പോഴും പരാജയത്തിന്റെ വഴിയിലേക്ക് ചെന്ന് ചാടുകയും ചെയ്യും. ഒരു ദീർഘകാലത്തെ ഫലം വെച്ച് നോക്കിയാൽ ഈ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട പെട്ടെന്ന് സന്തോഷം വേണമെന്ന് വിചാരിക്കുന്നവരെല്ലാം തന്നെ വളരെ പതുക്കെയാവുകയും ജീവിതത്തിൽ തോറ്റുപോവുകയല്ല, അവര് പൂർണ്ണ വിജയത്തിലേക്ക് എത്തില്ല. രണ്ടാമത്തെ വിഭാഗം പൂർണ്ണ വിജയത്തിലേക്ക് എത്തും. ഞാനിത് യാദൃശ്ചികമായിട്ട് പറഞ്ഞു വന്നതാണ് ഈ ഒരു വിഷയം. അപ്പോൾ എന്താണെങ്കിലും ഈ നമ്മുടെ സംതൃപ്തിയിലേക്ക് പോകുവാനുള്ള ആ യാത്രയുണ്ടല്ലോ, സന്തോഷത്തിന്റെ വഴി തുറന്നുകൊണ്ടുള്ള ആ യാത്രയുണ്ടല്ലോ, ആ യാത്രയിൽ ഒന്നാം വഴിയിൽ നമുക്ക് അതിനിടയിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ ഒക്കെ നമുക്ക് പ്രശ്നങ്ങളാണ്. ആ ബുദ്ധിമുട്ടുകളെ ഒന്നും നമ്മൾ സ്വീകരിക്കില്ല.
രണ്ടാം ഘട്ടത്തിലെ ആണെങ്കിൽ അതിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ നമ്മൾ സ്വീകരിക്കുകയും അതിനെ അതിജീവിച്ചുകൊണ്ട് ആ ബുദ്ധിമുട്ടുകളെ സ്വീകരിച്ച് അതിലൂടെ കടന്നുപോയി അതിനപ്പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന സമയത്ത് ഈ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുന്ന ഒരു അവസ്ഥയും ബുദ്ധിമുട്ടുകളും തന്നെ ജീവിതത്തിന്റെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവിലൂടെ ആ പരമമായ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഇതിൽ കണ്ടിട്ടുള്ള ആ ലക്ഷ്യത്തിലേക്ക് ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് പോകുവാനുള്ള ശക്തി നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇതൊരു പശ്ചാത്തലമായിട്ട് അവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് ശുചീകരിക്കപ്പെടുകയാണെന്നുള്ളൊരവസ്ഥയാണല്ലോ. അപ്പൊ ഈ ദൂരകാലത്തേക്കുള്ള യാത്രയിൽ ശരീരത്തിൽ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ദ്വന്ദ്ഫലം എന്നുള്ളൊരവസ്ഥയുണ്ടല്ലോ. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം അതിനെ സ്വീകരിക്കുകയും ആ സ്വീകരിക്കുന്ന കാര്യത്തെ ഇപ്പൊ നമ്മൾ ചായ കുടിക്കുന്നു, ചായയെ സ്വീകരിക്കുന്നു, ചായ സ്വീകരിക്കുന്ന വഴി ആ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ഗ്രാറ്റിഫിക്കേഷന്റെ ഒരു അവസ്ഥ കഴിഞ്ഞ് ആ ഉത്തേജനം കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥയിൽ നമുക്ക് പിന്നീട് തളർച്ച ഉണ്ടാവുകയും നമ്മുടെ ചെലവാക്കപ്പെട്ട ഊർജം വീണ്ടെടുക്കും വരെ ശരീരം വളരെ താണൊരവസ്ഥയിലൂടെ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോ ആ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ സമയത്ത് നമുക്ക് ഊർജം കൂടുതൽ ശരീരം ജനറേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഊർജത്തെ വീണ്ടെടുക്കാൻ പാകത്തിലുള്ള ഒരു സമയം ശരീരത്തിന് തീരെ ഊർജമില്ലാതെ പോവുകയും ചെയ്യും. അപ്പൊ ഈ രണ്ടവസ്ഥകളൊന്ന് മനസ്സിലാക്കുക. വീണ്ടെടുക്കാൻ വേണ്ടി ചെലവായ ഊർജം വീണ്ടെടുക്കാൻ വേണ്ടി ശരീരം കുറെ സമയം ചെലവഴിക്കുമെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന അവസ്ഥ എന്താ? ഇപ്പോ ഭക്ഷണം കഴിച്ച് ശീലിച്ചിട്ടുള്ള ഒരാൾക്ക്, സ്ഥിരമായിട്ട് 3 നേരം ഭക്ഷണം കഴിച്ച് ശീലിച്ച ഒരാൾക്ക് ഭക്ഷണം കിട്ടാതെ വരുന്ന വെച്ചാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്ഷണം കഴിക്കുന്നു, 1 മണിക്ക് ഭക്ഷണം കിട്ടുന്നില്ല എങ്കിൽ അയാൾ ശരീരത്തിനകത്ത് ഉരുണ്ടുകയറ്റം, അവിടെ ഇവിടെയും പിടിവലികൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവും. ഈ ബുദ്ധിമുട്ടുകൾ എല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ ബുദ്ധിമുട്ടുകളെ അതിജീവിച്ചു പോകുവാൻ ശേഷിയുള്ളത് ആർക്കായിരിക്കും? ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ വഴി പോകുന്നവർക്ക് അത് കഴിയില്ല. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷന്റെ വഴി പോകുന്നവർക്ക് അത് കഴിയും. കാരണം ഇങ്ങനെയൊരു അവസ്ഥയും വരും, ഞാൻ അതിനെയും അതിജീവിക്കുമെന്നുള്ളത്. അപ്പോ ഈ നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ഉത്തേജകം പ്രവർത്തിക്കണമെങ്കിൽ ഒരു ചായ കുടിക്കുന്ന സമയത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യുക? ശരീരകോശങ്ങളെ പ്രഹരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ പറയാനാണ് ശ്രമിക്കുന്നത്. ശരീരത്തിന് കിട്ടുന്ന പ്രഹരം ശരീരത്തിന്റെ ജീവകോശങ്ങളെ ഉടനടി ഉത്തേജിപ്പിക്കണമെങ്കിൽ സാധാരണ ഭക്ഷണത്തിന് പറ്റില്ല, അല്ലെങ്കിൽ സാധാരണ ഒരു വസ്തുവിന് പറ്റില്ല. ഇപ്പൊ നമ്മളൊരു മാമ്പഴമാണ് തിന്നുന്നതെന്നിരിക്കട്ടെ, ശരീരത്തിന് ഉത്തേജനം ഉണ്ടാവില്ല. ഉത്തേജനം ഉണ്ടാകണമെങ്കിൽ അതിന് ശരീരത്തിന് പെട്ടെന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് റിജക്ട് ചെയ്യാൻ പാകത്തില്ല, അതിനോട് റിയാക്ട് ചെയ്യാൻ പാകത്തിൽ ശരീരം ഉടനടി എഴുന്നേൽക്കും. ഇപ്പോ ഞാനൊരു പാമ്പിനെ കാണുന്ന സമയത്ത് ആ പാമ്പിനെ കാണുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഓടിപ്പോവുകയോ അതിനെ തല്ലിക്കൊല്ലുകയോ ചെയ്യണം. തല്ലിക്കൊല്ലുക എന്നുള്ളത് ധാർമ്മികമായ തെറ്റാണ്, അത് അവിടെ ഇരിക്കട്ടെ. നമ്മൾ സാധാരണ മനുഷ്യന്റെ ഒരു ചിന്താപദ്ധതി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പാമ്പിനെ കാണുമ്പോൾ ഓടിപ്പോവുകയോ അല്ലെങ്കിൽ അതിനെ തല്ലിക്കൊല്ലുകയോ ചെയ്യണം. അല്ലെങ്കിൽ ഒരു കടുവയെ കാണുന്ന സമയത്ത് അതിനെ ഓടിപ്പോവുകയോ അല്ലെങ്കിൽ അതിനെ എതിർത്ത് തോൽപ്പിക്കുകയോ വേണം. ഈ രണ്ടവസ്ഥയിലാണെങ്കിലും അത് ചെയ്യാൻ പാകത്തിലുള്ള ഊർജം ശരീരത്തിൽ ഉണ്ടാകണം. ആ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് ഒന്നുകിൽ ഓടിപ്പോവുക അല്ലെങ്കിൽ അതിനെ തോൽപ്പിക്കുക എന്നുള്ള ആ പ്രക്രിയ ചെയ്യേണ്ടത്. അതിനോട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഓടിപ്പോകണമെങ്കിൽ രണ്ടിനും ഊർജം ആവശ്യമാണ്. ആ ഊർജത്തെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള പരിപാടി ശരീരം അങ്ങ് ചെയ്യും. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, സിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറയുന്ന ശരീര കർമ്മങ്ങൾ ചെയ്യാൻ പാകത്തിലുള്ള ശരീരത്തിന്റെ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ ഉണർന്നു നിൽക്കും. ഇത് തന്നെയാണ് നമ്മൾ ഈ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ രീതിയിൽ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഉടനടി സന്തോഷം കിട്ടാൻ പാകത്തിൽ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇത് തന്നെയാണ്, ഇത് ഉണരും. ഉടനടി ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഉണരും. അപ്പോൾ ഒരു പാമ്പിനെ കാണുമ്പോൾ അല്ലെങ്കിൽ കടുവയെ കാണുമ്പോൾ നമുക്ക് അതിനോട് ഫൈറ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഊർജ്ജം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് വിദൂരതരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ടാക്കിയ ഊർജ്ജമുണ്ടല്ലോ, ആ ഊർജ്ജത്തെ വീണ്ടെടുക്കാൻ പാകത്തിൽ പിന്നീട് വിശ്രമിക്കേണ്ടി വരുമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ എന്താണ് വർക്ക് ചെയ്യുക? ഈ ഉടനടി ഗ്രാറ്റിഫിക്കേഷന് പകരം നമുക്ക് ഊർജ്ജം തിരിച്ചു പിടിക്കാൻ പാകത്തിലുള്ള കാത്തിരിപ്പ് അവിടെ വേണ്ടി വരും. ആ സമയത്ത് ബുദ്ധിമുട്ടുകളെ നമ്മൾ പതുക്കെ തരണം ചെയ്ത് പോകേണ്ടി വരും. ഈ ഒരവസ്ഥയിൽ പതുക്കെ ഇരുന്നു കൊണ്ട് ശരീരത്തെ റിക്കവർ ചെയ്യും, റീഓർഗനൈസ് ചെയ്യും. അതായത് ഈ ഊർജോൽപാദനം നടക്കുന്ന സമയത്ത് ശരീരകോശങ്ങൾക്കെല്ലാം തന്നെ പലതരം കേടുപാടുകൾ സംഭവിക്കും. ഓടുന്ന സമയത്ത് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ശരീരകോശങ്ങൾക്ക്, ശരീരത്തിന് വെളിയിൽ കാണുന്ന കേടുപാടുകളല്ല പറഞ്ഞത്,
ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കേടുപാടുകൾ സംഭവിക്കും. ഇപ്പോൾ നമ്മളൊരു എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്നു, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്നിരിക്കട്ടെ. നമ്മളിപ്പോ ഡിംബിൾസ് എടുത്ത് പരിചയമില്ലാത്ത ഒരാൾ ഡിംബിൾസ് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഒരു 10 പ്രാവശ്യം ആദ്യത്തെ ദിവസം ചെയ്യുന്നു. അതൊരു ജിമ്മിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ 10 പ്രാവശ്യം എന്നുള്ളത് വളരെ സിമ്പിൾ ആയിരിക്കും. പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്ക് ഈ 10 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി വൈകുന്നേരം ആകുമ്പോൾ കൈയൊക്കെ വേദനിക്കും. കാരണം എന്താ? അവിടെ ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അന്ന് രാത്രി ഈ കേടുപാടുകളെ മാറ്റി ആ കേടുപാടുകൾ ഇനി വരാതിരിക്കാൻ പാകത്തിൽ അവിടെ ഒരു സജ്ജീകരണം നടത്തും. ആ സജ്ജീകരണത്തിൽ കേടുപാടുകൾ മാറ്റുകയും ഇനി അത്തരം ആഘാതം വന്നു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാൻ പാകത്തിലുള്ള ഒരു പുതിയ സജ്ജീകരണം അവിടെ ഉണ്ടായി വരും. അപ്പോഴാണ് മസിൽ എക്സ്പാൻഷൻ ഉണ്ടാവുക, അവിടെ കൂടുതൽ ഊർജ്ജം സ്റ്റോർ ചെയ്യുന്ന രീതി വരിക. അപ്പോ അടുത്ത പ്രാവശ്യം ചില സമയത്ത് 10 പ്രാവശ്യം കഴിഞ്ഞാൽ 15ാമത്തെ പ്രാവശ്യം ആണ് പിന്നെ വേദനയ്ക്കുള്ള കാരണം ഉണ്ടാവുക. 10 പ്രാവശ്യം വളരെ ഈസി ആയിട്ട് ചെയ്യും. പിന്നെ 11ാമത്തെയും 12ാമത്തെയും പ്രാവശ്യം ചെയ്യുന്ന സമയത്താണ് പതുക്കെ ശരീരത്തിന് ലോഡ് വരിക. ഇങ്ങനെ കൂട്ടി വന്നിട്ടാണ് ഇയാൾ 100 തവണ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുക. അതായത് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ശരീരത്തിന് പുതിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള കേടുപാടുകൾ ഉണ്ടാവുകയും അതിനുശേഷം വിശ്രമം നൽകുമ്പോൾ ശരീരം അതിനെ പുതിയ രീതിയിൽ ക്രമീകരിക്കുകയും ചെയ്യും. ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും അവിടെ നമുക്കൊരു വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വിഷമം എന്നുള്ളത് അവിടെ ഉണ്ടാകുന്നത് ശരീരത്തിൽ കേടുപാടുകൾ ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ്. വെറും കേടുപാടുകൾ മാത്രമല്ല ഈ വിഷമങ്ങൾ കൊണ്ടുണ്ടാകുന്നത്. വിഷമം എന്നുള്ളത് മറ്റൊന്നിന്റെ ലക്ഷണം കൂടെയാണ്. അത് ശരീരത്തിനകത്ത് മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വെളിയിലേക്ക് കളയണമെങ്കിൽ ശരീരം വീണ്ടും ഡിഫിക്കൽറ്റി തന്നെയാണ് സൃഷ്ടിക്കുക. ഇപ്പോ നിങ്ങളുടെ വയറ്റില് രാവിലെ ആവുമ്പോൾ മലശോധനയ്ക്കുള്ള എല്ലാ സജ്ജീകരണവും ഒരുങ്ങിയിട്ടുണ്ടാവും, പക്ഷെ പോകാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ വയറിന് അസ്വസ്ഥമായിട്ടുള്ള രീതിയിൽ ഒരു ഭക്ഷണം കഴിച്ചു, നിങ്ങളൊരു യാത്രയിലാണ്, നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല, അത് ഭയങ്കരമായിട്ട് അസ്വസ്ഥത ഉണ്ടാക്കില്ലേ? ആ അസ്വസ്ഥതയുടെ അർത്ഥം എന്താണ്? നിങ്ങളുടെ വയറൊഴിക്കാൻ സമയമായി എന്നുള്ളതാണ്. ആ വയറൊഴിക്കാൻ സമയമായി എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ വയറൊഴിക്കാനുള്ള നിങ്ങൾ ടോയ്ലറ്റിൽ പോവുക എന്നുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടി വരും. ടോയ്ലറ്റിൽ പോകുന്നത് വരെയും വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. മാനസിക ബുദ്ധിമുട്ടാണ്, ശാരീരിക ബുദ്ധിമുട്ടാണ്, ചലിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് കഴിഞ്ഞ് ശോധന കഴിയുമ്പോഴോ ശരീരത്തിന് വല്ലാത്ത ഒരു ശാന്തി ഉണ്ടാവും. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇത് കോശങ്ങളുടെയൊക്കെ കാര്യത്തിലാണ് സമയത്ത്, കോശങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന കേടുപാടുകൾ മാറ്റാനായിട്ട് ശരീരത്തിന് വിശ്രാന്തി ആവശ്യമാണ്. വിശ്രമം ആവശ്യമാണ്. വിശ്രമത്തിന്റെ സമയത്ത് എന്താണ് സംഭവിക്കുക? കേടുപാടുള്ളവയെല്ലാം മാറ്റി അവിടെ പുതിയ കോശങ്ങൾ സൃഷ്ടിച്ച് പുതിയ സംവിധാനം ഉണ്ടാക്കി അതിനെ പുനഃസജ്ജീകരിക്കുകയും എന്തുകൊണ്ടാണോ കേടുപാടുകൾ വന്നത് ആ കേടുപാടിനെ ഇനി അഭിമുഖീകരിക്കാൻ പാകത്തിൽ ഇതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെയാണ് ഈ മസിൽ ഒക്കെ വളരുന്നത്. അപ്പോ നമുക്ക് ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മൾ ഒരു ജോലി ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇതിന് മുമ്പെങ്ങാനും ചെയ്ത ചില ജോലിയുടെ ഔട്ട്പുട്ടിന്റെ ഭാഗമായിട്ടോ ഒക്കെ നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ എവിടെയെങ്കിലും ഒക്കെ ചില വിഷമങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വിഷമം എന്നുള്ളത് ശരീരം ക്രമീകരിക്കുന്നതിന്റെ, പുനഃക്രമീകരിക്കുന്നതിന്റെ, ശുചീകരിക്കുന്നതിന്റെ, പുനഃസജ്ജീകരിക്കുന്നതിന്റെ ലക്ഷണമാണ്. അതിനെ എളുപ്പത്തിൽ നമുക്ക് പറയാം, ശരീരം ശുചീകരിക്കുന്നതിന്റെ ലക്ഷണമാണ്. നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള വിഷമങ്ങൾ ഒരു വ്യവസ്ഥയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വിഷമം ഉണ്ടാകുന്നതിന്റെ അർത്ഥം വിഷമം സംഭവിക്കുന്ന സ്ഥലത്ത് അങ്ങനെയൊന്നും നടക്കുന്നുവെന്നും അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും അവിടേക്ക് നിങ്ങളുടെ ഊർജം കൂടുതൽ പ്രവഹിക്കേണ്ടതുണ്ടെന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്, നിങ്ങളുടെ മസ്തിഷ്കത്തെ ബോധ്യപ്പെടുത്തുകയാണ്. മസ്തിഷ്കത്തിന് ഈ ബോധ്യമുണ്ടാകുമ്പോൾ ആ വേദനയുള്ള സ്ഥലത്ത്, വിഷമമുള്ള സ്ഥലത്തേക്ക് കൂടുതൽ ശ്രദ്ധ ചെല്ലും. നിങ്ങളുടെ ശ്രദ്ധ ചെല്ലുന്നിടത്തേക്ക് ശരീരത്തിന്റെ ഊർജം ഫോക്കസ് ചെയ്ത് ചെല്ലും. അങ്ങനെ ഫോക്കസ് ചെയ്ത് ചെല്ലുന്ന സമയത്ത് അവിടെ ഉയർന്ന രീതിയിൽ ഊർജപ്രവാഹം നടക്കുകയും അവിടെ ഉയർന്ന രീതിയിലുള്ള പുനർനിർമ്മാണങ്ങൾ നടക്കുകയും ചെയ്യും. വീണ്ടുമുള്ള നിർമ്മാണങ്ങൾ നടക്കുകയും അവിടുത്തെ കേടുപാടുകളെ ഒഴിവാക്കും. നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നു എന്ന് പറഞ്ഞതുപോലെ അവിടെ കേടായ കോശങ്ങളെ ഒഴിവാക്കി രക്തചംക്രമണ വ്യവസ്ഥയുടെ ഭാഗമായിട്ട്, ലിംഫാറ്റിക് വ്യവസ്ഥയുടെ ഭാഗമായിട്ട് കയറ്റിവിട്ട് അത് വിസർജന സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അതിനെ എക്സ്പോർട്ട് ചെയ്യും. എന്നിട്ടോ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ എന്താണോ ഉണ്ടാകേണ്ടത് ആ രീതിയിൽ അവിടെ ഏത് വിധത്തിലാണോ സജ്ജീകരിക്കേണ്ടത്, അതായത് കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റുകയും കേടുപാടുകൾ ഇനിയും വരുന്ന സാഹചര്യത്തിലൂടെ പോവുകയാണെങ്കിൽ അതിനെ അഭിമുഖീകരിക്കാൻ പാകത്തിൽ ഇതിനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയെടുക്കുകയും ചെയ്യും. അപ്പോ വിഷമം എന്നുള്ളത് അത് വേദനയുടെ രൂപത്തിൽ, ബുദ്ധിമുട്ടിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഹെസിറ്റേഷന്റെ രൂപത്തിൽ നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ
ക്രമീകരണങ്ങൾ നടക്കുന്നു, ശുചീകരണം നടക്കുന്നു, പുനഃസജ്ജീകരണം നടത്തുന്നു. അതായത് പുതിയതിനെ ഫേസ് ചെയ്യാൻ പാകത്തിൽ പുനഃസജ്ജീകരണം നടത്തുന്നു എന്നുള്ളതാണ്. ഇത് ശരീരത്തിന്റെ കാര്യം വെച്ച് പറഞ്ഞതാണ്. മനസ്സിലും അങ്ങനെ തന്നെ. നമ്മുടെ ജീവിതത്തിലേക്ക് മനസ്സിന് ഒരു വിഷമം വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈസി ഫ്ലോയില് ഒരു വിഷമം വരുന്നുണ്ടെങ്കിൽ, ആ വിഷമത്തിന് അർത്ഥം എന്താണ്? ആ സാഹചര്യങ്ങളെ ഉൾക്കൊള്ളാൻ പാകത്തിലല്ല എന്റെ മനസ്സിന്റെ ഗതി. അതുകൊണ്ട് വിഷമം വന്നു. ഈ വിഷമത്തെ കണ്ട് നമ്മൾ ഭയന്ന് പിന്മാറിയാൽ പിന്നെ ആ വിഷമമായിട്ട് അവിടെ നിൽക്കും. അതേസമയം ഈ വിഷമത്തെ നമ്മൾ അഭിമുഖീകരിച്ചാൽ, അത് ശുചീകരണമാണെന്ന് മനസ്സിലാക്കിയാൽ, നമ്മുടെ ജീവിതത്തെ പുനഃസജ്ജീകരിക്കാൻ വേണ്ടിയാണ് പ്രകൃതി ഈ വിഷമഘട്ടത്തെ തന്നത് എന്ന് കണ്ടാൽ പിന്നെ നമ്മൾ അതിനെ അഭിമുഖീകരിക്കും. കടുവയെ കണ്ടിട്ട് നമ്മുടെ ശരീരത്തില് കൂടുതൽ ഊർജം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ ഊർജം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഊർജം ഉപയോഗിച്ച് അതിനെ നേരിടണം. നിങ്ങൾക്ക് കടുവയെ കാണുമ്പോഴോ പാമ്പിനെ കാണുമ്പോഴോ ഉണ്ടാകുന്ന ഭയപ്പാടിന്റെ സമയത്ത് നിങ്ങളുടെ കോർട്ടിസോൾ വർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ശരീരം മുഴുവൻ ആ ഭയപ്പാടിന്റെ ഒരു അവസ്ഥയിൽ വളരെ ആക്റ്റീവ് ആകുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ അത് പിന്നെ ചെലവഴിക്കാൻ ഒന്നുകിൽ ഫൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഓടണം. അപ്പോൾ ഇതെല്ലാം ഇറങ്ങി അങ്ങ് പൊക്കോളും. ഒരു ഓഫീസിൽ പോയി നിങ്ങൾ ജോലി ചെയ്യാണ്. അവിടുത്തെ നിങ്ങളുടെ ഓഫീസർ നിങ്ങളോട് ഷൗട്ട് ചെയ്തു, നിങ്ങൾക്ക് വിഷമമായി. എങ്ങനെയാണ് വിഷമം വരുന്നത്? ഈ പുലിയെ കണ്ട അവസ്ഥയിൽ, പാമ്പിന്റെ കണ്ട അവസ്ഥയിൽ അതിനോട് പ്രതികരിക്കാൻ പാകത്തിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ടാകുന്ന ഈ വിഷമത്തോട്, ഇത് കടുവയെ കണ്ടതോ പുലിയെ കണ്ടതോ അല്ല, അത്ര അപകടമല്ല, പക്ഷെ അതിനും തീവ്രമായ രീതിയിൽ മനസ്സുകൊണ്ട് നമ്മൾ ആ ഒരു സാഹചര്യത്തെ നമ്മൾ കണ്ടു മനസ്സിലാക്കി. അങ്ങനെ കണ്ടു മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ കോർട്ടിസോളൊക്കെ ഉണർന്നു, നമ്മുടെ ഉള്ളിലെ ഊർജമൊക്കെ ഉണ്ടായി. പുലിയെ കണ്ട പാമ്പിനെ കണ്ട അതേ ജീവ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി. ഇതിന് രണ്ട് സംവിധാനമാണ്. പക്ഷേ ശരീരത്തിന് തറിയില്ലോ, നമ്മുടെ ആ പ്രാകൃത സ്വഭാവമുള്ള ശരീരത്തിന്, നമ്മുടെ അടിസ്ഥാന ശരീരത്തിന് ഇതറിയില്ലല്ലോ. ഇത് ഇയാൾ ദേഷ്യപ്പെട്ടതാണെന്നും കടുവയും പുലിയൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതും പുള്ളിക്ക് അറിയില്ല. ശരീരം ഇതിനെയെല്ലാം ഉൽപ്പാദിപ്പിച്ചിട്ട് അവിടെ നിൽക്കും. പിന്നെ അടുത്ത പരിപാടി എന്താ? ഒന്നുകിൽ ഫൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യണം. ഇത് നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ല. നമ്മൾ അവിടെ ഇരുന്നിട്ട് അത് കേൾക്കുന്നു, നമ്മൾ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അവിടെ ഇരിക്കുന്നു, നമുക്കിത് ഡിസ്ചാർജ് ചെയ്യാൻ സമയമില്ലാതെ പോകുന്നു. അപ്പോ ഇതവിടെ കെട്ടിക്കിടക്കും, നമ്മളപ്പോ അറിയില്ല. ഇത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എവിടെയോ ചില തടസ്സങ്ങൾ, എവിടെയോ ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെ അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പാഠം, നമ്മളിപ്പോ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാഠം കൃത്യമായിട്ട് മനസ്സിലാവുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചറിയേണ്ടത് എന്താണ്? ശരീരം പുനഃസജ്ജീകരിക്കാനായിട്ട് വെമ്പുന്നു എന്നുള്ളതാണ്, പുനഃക്രമീകരിക്കാൻ വെമ്പുന്നു എന്നുള്ളതാണ്, പുതിയ സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ പാകത്തിലുള്ള സജ്ജീകരണം ഉണ്ടാക്കാൻ വെമ്പുന്നു എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള ഒരു അഴിച്ചുപണി വേണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇത് ഡിസ്ചാർജ് ചെയ്യണം. ആദ്യം ഇത് ഡിസ്ചാർജ് ചെയ്യണം. ഇത് എവിടെയെങ്കിലും ചെലുത്തണം, ഈ ഊർജത്തെ എവിടെയെങ്കിലും ചെലുത്തണം. ആ ഊർജം ചെലവഴിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തളർച്ചയുണ്ടാവും. ആ തളർച്ചയിലൂടെ നമ്മൾ കടന്നു പോകണം. അപ്പോ ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. ആ പ്രശ്നത്തെ അഭിമുഖീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവുന്ന തളർച്ചയെ നമ്മൾ അഭിമുഖീകരിക്കാൻ തയ്യാറാണ്. ഈ രണ്ടവസ്ഥയിലൂടെയും കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ശുചീകരണ, പുനർനിർമ്മാണ, പുനഃസജ്ജീകരണ പ്രക്രിയകൾ അവിടെ സംഭവിക്കും. അത് ശരീരത്തിൽ സംഭവിക്കുന്നത് പോലെ തന്നെ മനസ്സിൽ സംഭവിക്കും. ഇത് ജീവിതത്തിൽ ശരീരം, മനസ്സെന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ പല തലങ്ങൾ നമുക്ക് പറയാം. ഞാൻ വെറുതെ അടുത്തൊരു സ്റ്റെപ്പായിട്ട് പറയുന്നു, ജീവിതത്തിൽ ഇതൊരു ഡിഫിക്കൽറ്റി വന്നു. നിങ്ങൾ അതിൽ നിന്നും ആ ഡിഫിക്കൽറ്റിയെ തരണം ചെയ്യാൻ പാകത്തിൽ നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ഒക്കെ ഈ വിധത്തിലുള്ള പ്രതിരോധ അംഗങ്ങൾ ഉണർന്നു നിൽക്കുന്നു എന്നിരിക്കട്ടെ. ഇവയെ നിങ്ങൾ ശരിയാം വിധം കൈകാര്യം ചെയ്യാതെ നിങ്ങൾ അതിനെ വിഷമമായിട്ടെടുത്തു. വിഷമമാണ് വന്നത്, ആ വിഷമമാണ് എന്റെ ജീവിതം മുഴുവൻ വിഷമമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അതേസമയം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വിഷമം വന്നു ചേർന്നു, ഒരു വിഷമസന്ധി വന്നു ചേർന്നുവെങ്കിൽ എന്തിനാണ് പ്രകൃതി ശരീരത്തിൽ ഈ സാധനങ്ങളെ ഉണ്ടാക്കി തന്നത്? അത് ജീവിതത്തിലും അതേ വ്യാകരണം തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതേ വ്യാകരണം തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് പിടികിട്ടും, ജീവിതത്തിൽ നമ്മളെ പുനഃസജ്ജീകരിക്കാൻ, പുനഃക്രമീകരിക്കാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തെ ശുചീകരിക്കാൻ വേണ്ടി തന്ന ഒരു പ്രോസസ്സാണത് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ആ പ്രോസസ്സിനനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ ആ വിധത്തിൽ അഡ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും. അപ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ ആണോ ഉണ്ടാകുന്നത്, ഡോപ്പമിൻ ആണോ ഉണ്ടാകുന്നത്, സെറോട്ടോണിൻ ആണോ ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ
പ്രശ്നമാകില്ല. ഇതെല്ലാം ശരീരത്തിൽ ഉണ്ടാക്കി തന്നിട്ടുള്ള ഭാരങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയും. കാരണം അതിന് നമ്മൾ മാനസികമായി സജ്ജമാണ്, നമ്മൾ ശീലപരമായി സജ്ജമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി, ചായ കിട്ടിയില്ല അല്ലെങ്കിൽ ചോറ് കിട്ടിയില്ല എന്നുള്ളതാണ് താൽക്കാലിക പ്രതിസന്ധിയെങ്കിൽ ആ സമയത്തും നമ്മുടെ ഉള്ളിൽ ഇപ്പോ ചില ആളുകളൊക്കെ നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ചില ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്ത ഒരു സാഹചര്യത്തിലൂടെ പോകുന്നതെങ്കിൽ അവർക്ക് ജീവിതം മുഴുവൻ പ്രതിസന്ധിയിലായ ഒരവസ്ഥയായിരിക്കും. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, കടുവയെ കണ്ട അവസ്ഥയല്ലേ ഇത്, പാമ്പിനെ കണ്ട ഒരവസ്ഥയല്ലേ, അതിന് തത്തുല്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഇവർ മാറുകയാണ്. പണ്ടാണെങ്കിൽ ഭക്ഷണം കിട്ടാത്ത ഒരാൾ എന്താ ചെയ്യുക, ഭക്ഷണം കിട്ടുന്ന ഇടം ഏതെന്ന് തേടി അന്വേഷിച്ചു പോവുകയാണ് ചെയ്യുക. ഇവിടെ ഭക്ഷണം കിട്ടിയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ വല്ലാതെ തളർന്നു പോകും. കാരണം എന്താ, നമ്മുടെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേത് അയാൾ ഇത് കടന്നു പോകേണ്ടതുണ്ട്, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, വൈകി കിട്ടുന്ന സംതൃപ്തിക്ക് വേണ്ടി ഇയാൾ യാത്ര ചെയ്യേണ്ടതുണ്ട്. ആ യാത്രയിൽ ഇന്നുണ്ടായ തളർച്ച കൊണ്ടുണ്ടായ ഇന്നുണ്ടായ ബുദ്ധിമുട്ട് കൊണ്ടുണ്ടായ എല്ലാ ശാരീരിക അവസ്ഥകളെയും നമ്മൾ അവിടെ ഉണ്ടായ ഇതിനെ പ്രതിരോധിക്കാനുണ്ടായ ഊർജത്തെ മുഴുവൻ നമ്മൾ കത്തിച്ചു കളഞ്ഞിട്ടാണ് അവിടെ അപ്പുറത്തേക്ക് ദൂരെയുള്ള ആ ഒരു പോയിന്റിലേക്ക് പോകുന്നത്, ഭക്ഷണം തേടി പോകുന്നത്, ഭക്ഷണം കിട്ടുന്ന ഇടത്തേക്ക് പോകുന്നത്. ഈ ഒരു യാത്രയിൽ നമ്മുടെ ശരീരത്തിന്റെ ഈ ഉണർന്നു വന്നിട്ടുള്ള അനുചിതമായ ഊർജം ഡിസ്ചാർജ് ചെയ്തു പോകും. ശരീരത്തിന് ആ കേടുപാടുകളെ മാറ്റി ശുചീകരണത്തിലൂടെ കടന്നുപോയി, പുനഃക്രമീകരണത്തിലൂടെ കടന്നുപോയി പുനഃസജ്ജീകരണത്തിലേക്ക് എത്തും. പുനഃസജ്ജീകരണം എന്നുള്ളത് എന്താ, ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇനി ആ പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ അല്ലെങ്കിൽ ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ പാകത്തിൽ നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ജീവിതത്തെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. ആ എക്സ്പാൻഷനിലേക്ക് നമ്മൾ ചെയ്യും. വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. വിഷമം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഊർജത്തെ, ശരീരത്തിന്റെ, മനസ്സിന്റെ, പ്രാണന്റെ അല്ലെങ്കിൽ എന്ത് തരത്തിലാണെങ്കിലും ആ ഊർജത്തെ അവിടേക്ക് ശ്രദ്ധിപ്പിക്കുകയാണ് പ്രകൃതി ചെയ്യുന്നത്. അതിനെ ശരിയായ രീതിയിൽ അഭിസംബോധന ചെയ്താൽ നമുക്ക് ഇതിനെ സോൾവ് ചെയ്തുകൊണ്ട് അതിനപ്പുറത്തേക്കുള്ള കാര്യത്തിലേക്ക് എത്താൻ കഴിയും. അതിനെ ശരിയായ രീതിയിൽ അഭിസംബോധന ചെയ്യാതെ നമ്മളതിനെ വിഷമമാണ്, കഷ്ടമാണ്, ദുഃഖമാണ്, എന്റെ വിധിയാണ്, തലവരെയാണ് എന്ന രീതിയിൽ നമ്മൾ അതിനെ ആഖ്യാനം ചെയ്താൽ, ഈ ഓഫീസിൽ ഇരുന്നിട്ട് പുലിയെ കണ്ട ആ ആളുണ്ടല്ലോ, അയാളുടെ അവസ്ഥയായിരിക്കും. കാരണം അവിടെ ആ ഓഫീസർ എന്ന പുലിയെ കണ്ടു, അയാൾ പറഞ്ഞത് കേട്ടിട്ട് ഇയാളുടെ കോർട്ടിസോളൊക്കെ ഇളകി വന്നു. പക്ഷെ ഇത് ഡിസ്ചാർജ് ചെയ്യാൻ ഇയാൾക്കൊരു മാർഗമില്ല. ആ സമയത്ത് അയാളുടെ ഉള്ളില് പഴയ വിഷമത്തിന് കാരണമായതിന്റെ കൂടെ പുതിയ വിഷമത്തിനുള്ള കാരണങ്ങൾ കൂടെ ഇയാൾ ഇതുവഴി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ അനുചിതമായ ഊർജം ശരീരത്തിൽ കൂട്ടി നിൽക്കുകയാണ്. ഇത് ശരീരത്തിന്റെ ഓരോ ഭാഗത്ത് ഇങ്ങനെ കൂടി നിൽക്കും. നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ശരീരത്തിന്റെ ശുചീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. തലവേദന വന്നു എങ്കിൽ നമ്മുടെ രക്തചംക്രമണത്തിലൂടെ ചില അനുചിതമായ വസ്തുക്കളെ കടത്തിവിട്ടുകൊണ്ട് ശരീരം ശുചീകരിക്കുന്നുള്ള ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ പരമാവധി വിശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണത്തിലൂടെ ചില കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ വിശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ കാലിലൊരു വേദന വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വിശ്രമിക്കുക എന്നുള്ളതാണ്. വിശ്രാന്തിയിലൂടെ മാത്രമേ ഇതിനെ പുനഃസ്ഥാപിക്കാൻ നമുക്ക് കഴിയുള്ളൂ. ആദ്യം എന്താണ് ചെയ്യുന്നത്, വേദന എന്നുള്ള ആ ഒരു പ്രക്രിയയിലൂടെ ആദ്യം നമ്മളെ ശ്രദ്ധിപ്പിക്കുന്നു, ഇങ്ങനെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത് ആ ശ്രദ്ധിപ്പിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ചൈതന്യ കേന്ദ്രണം, നമ്മുടെ ജീവചൈതന്യത്തെ കേന്ദ്രീകരിപ്പിക്കുന്നു. ആ കേന്ദ്രീകരണം നടക്കുന്ന സമയത്ത് അവിടേക്ക് ഊർജപ്രവാഹം ഉണ്ടാകും. അവിടെ എന്ത് കേടുപാടാണ് ഉള്ളത് അതിനെ അതിജീവിക്കാൻ പാകത്തിലുള്ള ആ പുനഃക്രമീകരിക്കാൻ, പുനഃസജ്ജീകരിക്കാൻ, പുനർനിർമ്മിക്കാൻ വേണ്ടുന്ന പ്രക്രിയകൾക്ക് വേണ്ടുന്ന ഊർജം, മെറ്റീരിയൽ, അവിടുത്തെ മെറ്റാബോളിക് ആക്ടിവിറ്റി കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പാകത്തിലുള്ള ആ ഒരു ഫോക്കസ് അവിടേക്ക് ഉണ്ടാവും. ആ ഫോക്കസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിന് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ അതിനെ ബുദ്ധിമുട്ടിക്കാതെ, ആ വേദനയെ ബുദ്ധിമുട്ടിക്കാതെ വേദനയെ ശ്രദ്ധിച്ചുകൊണ്ട് നിശ്ചലമാവുക, നിഷ്കർമ്മരാവുക എന്നുള്ളതാണ്. വിശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം മറ്റു ഭാഗങ്ങളിലേക്ക് ഊർജം പ്രവഹിക്കാതെ ശരീരം സിമ്പത്തറ്റിക് സിസ്റ്റം എന്നുള്ളതിൽ നിന്നും പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിലേക്ക് സ്വിച്ച് ചെയ്യും. പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ശരീരത്തിന്റെ റെസിലിയൻസ് എന്നുള്ള പുനഃസ്ഥാപനം എന്നുള്ള പ്രക്രിയ കൃത്യമായിട്ട് നടക്കും. ആ പുനഃസ്ഥാപന പ്രക്രിയ നടക്കുന്ന സമയത്ത് ഈ എന്ത് വേദനയാണോ, എന്ത് കേടുപാടാണോ ഉണ്ടായത് അതിനെ മുഴുവൻ പുനഃക്രമീകരിക്കും ശരീരം. നമ്മൾ ഇതിനെ അനുവദിക്കാതെ, ഈ വേദന വന്നാൽ ഇതിനെ അനുവദിക്കാതെ, വേദനയെ അറിയാത്ത രീതിയിൽ നമ്മുടെ ഔഷധ പ്രയോഗം കൊണ്ടോ താൽക്കാലികമായിട്ടുള്ള ചില റെമഡികൾ കൊണ്ടോ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗങ്ങൾ, അതായത് ചില ഇപ്പോ എനിക്ക് എന്റെ ഊർജ്ജം മുഴുവൻ ഇറങ്ങി പോകുന്ന സമയത്ത് എന്റെ ഊർജ്ജത്തെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഞാനൊരു ചോക്ലേറ്റ് തിന്നുന്നു.
അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് പിന്നീട് വരുന്ന ആ ഒരു ഫലം, ശരീരത്തിന്റെ ശുചീകരിച്ചുള്ള പുനഃക്രമീകരിച്ചുള്ള ഫലം നമുക്ക് കിട്ടാതെയാവും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വിഷമം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ശുചീകരണം ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ ശരീരം അവിടേക്ക് ഊർജത്തിന്റെ ശ്രദ്ധയെ കൊണ്ടുപോകുന്ന, സത്തയുടെ ശ്രദ്ധയെ കൊണ്ടുപോയി, ഊർജത്തിന്റെ ശ്രദ്ധയെ കൊണ്ടുപോയി, പോഷണങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോയി അതിനെ പുനഃസജ്ജീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതാണ് വിഷമമായിട്ട് വരുന്നത്. അത് ശരീരത്തിലാണെങ്കിലും ശരി, മനസ്സിലാണെങ്കിലും ശരി, ബോധത്തിലാണെങ്കിലും ശരി, ജ്ഞാനത്തിലാണെങ്കിലും ശരി, ജീവിതത്തിലാണെങ്കിലും ശരി, ബന്ധങ്ങളിലാണെങ്കിലും ശരി, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ നിങ്ങളത് കടത്തിക്കൊണ്ടുപോകുന്നുണ്ടോ അവിടെയെല്ലാം വിഷമങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് പുനഃക്രമീകരിക്കാനും പുനഃസജ്ജീകരിക്കാനും വേണ്ടിയുള്ള പ്രകൃതിയുടെ ഒരു മെക്കാനിസം ആണെന്ന് തിരിച്ചറിയുക. അതിനെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കൊണ്ടല്ല നിങ്ങൾ അതിനെ സമീപിക്കേണ്ടത്. അവിടെ നിങ്ങളുടെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത്, അത് ഉടനടി സംതൃപ്തിക്ക് വേണ്ടി നിങ്ങൾ അതിന് വിട്ടുകൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആക്റ്റീവ് മോഡിലേക്ക്, സിമ്പത്തറ്റിക് മോഡിലേക്ക് പോവുകയാണ് ചെയ്യുക. അതല്ല വേണ്ടത്. പാരാസിമ്പത്തറ്റിക് മോഡിലേക്ക്, ശരീരത്തെ പുനഃസജ്ജീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ക്രമത്തിലേക്ക് വിട്ടുകൊടുക്കുക. ആ വിട്ടുകൊടുക്കുന്ന സമയത്ത് ഈ വിഷമം എന്നുള്ള സ്ഥലം ശരിയായ രീതിയിൽ ഊർജത്തെ സ്വീകരിച്ച് അവിടെ പുനഃക്രമീകരണം നടത്തി ശരീരത്തെ ഏറ്റവും ശരിയായ അവസ്ഥയിലൂടെ കൊണ്ടുപോകും. ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, ബന്ധങ്ങളിൽ വിഷമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ബന്ധത്തെ പുനഃക്രമീകരിക്കാൻ വേണ്ടിയാണ്, ഒരു പുനഃക്രമീകരണം ആവശ്യമാണ്, ആ പുനഃസജ്ജീകരണത്തിനുള്ള ഒരു അവസരമായിട്ടാണ് അത് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്ന്, പ്രകൃതി അത്തരത്തിലാണ് അത് എത്തിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ വിഷമവും, വിഷമഘട്ടവും നിങ്ങളെ കാര്യങ്ങളെ ബോധിപ്പിക്കാനുള്ള, നിങ്ങളെ ശ്രദ്ധിപ്പിക്കാനുള്ള, നിങ്ങളെ വിശ്രാന്തിയിലേക്ക് കൊണ്ടുപോകുവാനുള്ള, നിങ്ങളെ നിങ്ങളുടെ പൂർവ്വശക്തിയിലേക്കും പൂർവാധികം ശക്തിയിലേക്കും കൊണ്ടുപോകുവാൻ വേണ്ടിയുള്ള പ്രകൃതിയുടെ ഒരു മെക്കാനിസമാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അതല്ലാതെ വിഷമത്തെ വിഷമമായി കണ്ടാൽ അതിനെ ഉടനടി പരിഹരിക്കുന്ന രീതിയിലുള്ള പരിഹാരങ്ങൾ, ഒരു പാരസെറ്റമോൾ കഴിച്ചിട്ടോ, ആക്ഷൻ 500 കഴിച്ചിട്ടോ, അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിച്ചിട്ടോ, അല്ലെങ്കിൽ തൽക്കാലം ഒരു സിനിമ കണ്ടിട്ടോ നിങ്ങൾ മനസ്സിന്റെയോ ശരീരത്തിന്റെ ഒരു പ്രശ്നത്തെ തീർത്താൽ അത് അവിടെ തീരില്ല. അത് പിന്നീടും ഉള്ളൊരു പ്രശ്നമായിട്ട് തീരും. അതിനു പകരം നിങ്ങൾ വിശ്രാന്തിയിലേക്ക് പോവുക, ധ്യാനത്തിലേക്ക് പോവുക. ഇപ്പോ ദമ്പതികൾക്കിടയിൽ പ്രശ്നമുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യാതിരിക്കുക, രണ്ടു കൂട്ടരും ഒന്നും ചെയ്യാതിരിക്കുക. അത് കലങ്ങി തെളിഞ്ഞോളും. കലങ്ങിയ വെള്ളത്തെ തെളിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സെഡിമെന്റ് ചെയ്യാൻ വെക്കും, പിന്നെ ഉറഞ്ഞ് താഴത്തേക്ക് വരാണ്ട് വെക്കും. ഇതുപോലെ വെച്ചാൽ മതി. അങ്ങനെ വിശ്രമിക്കാൻ നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇത് പുനഃക്രമീകരിക്കും. അപ്പോ വിഷമങ്ങൾ ഇനി വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ, അത് നിങ്ങളെ ശുചീകരിക്കാൻ വേണ്ടിയുള്ള പ്രകൃതിയുടെ വിളിയാണ്, സന്ദേശമാണ്. അതിൽ നിങ്ങൾക്ക് ഇനി റോളുണ്ട്. നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു റോളുണ്ട്. നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ അവിടെ അതിനെ ശ്രദ്ധിച്ച് വ്യാകുലപ്പെടുകയല്ല വേണ്ടത്. അവിടെ ശ്രദ്ധ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങളെ വിശ്രാന്തിയിലേക്ക് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്കും പൂർവാധികം ശക്തമായ രീതിയിലേക്ക് നിങ്ങൾ തിരികെ എത്തും. അതിന് ഈ അറിവ് ഉപകരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദ്യോത്തരയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. എന്താണെങ്കിലും ഈ ഒരു ആശയം ഇട്ടുതരിക എന്നുള്ളതാണ് ഞാൻ പ്രാഥമികമായിട്ട് ഉദ്ദേശിച്ചത്. അത് കൺവേ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇന്നത്തെ ഈ അവതരണം ഇവിടെ നിർത്തുന്നു. ഇനി ചോദ്യോത്തരയിലേക്ക് പോകും. അതുവരേക്കും നന്ദി, നമസ്കാരം.